ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖം തന്നെയാണ്. എനിക്ക് കമൻറ്റ് ഇട്ടിട്ട് അതേപോലെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടും കുറേ ആൾക്കാർ പറയുന്നുണ്ട്, നിൻ്റെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഈ ചില കൊണ്ടാണ് നിൻ്റെ ഭർത്താവ് നിന്നെ ഒഴിവാക്കി പോയത്. പിന്നെ പണ്ടത്തെ ജനറേഷനൊക്കെ നീ എടുത്ത് നോക്ക്, എല്ലാവരും ഇപ്പോൾ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്, കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിന്നെപ്പോലുള്ള പെണ്ണുങ്ങളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഡിവോഴ്സൊക്കെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പേഴ്സണലായിട്ടൊക്കെ വളരെ മോശമായിട്ട് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഉമ്മച്ചി പണ്ടത്തെ ജനറേഷനാണ്. എൻ്റെ ഉമ്മച്ചീനെ എൻ്റെ വാപ്പ ഒഴിവാക്കി പോയപ്പോൾ എനിക്ക് 1 വയസ്സാണ്. അന്നത്തെ ജനറേഷനിൽ സോഷ്യൽ മീഡിയ എന്താണ് ഒന്നും അവർക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കില്ലേ വാപ്പ ഒഴിവാക്കി പോയിട്ടുണ്ടാവുക. എൻ്റെ വാപ്പ ഒഴിവാക്കി പോയതിന് ശേഷം ജീവിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഉമ്മച്ചീനെ എത്തിയങ്ങാനയിലാക്കുന്നത്. എത്തിയങ്ങാനയിലാക്കുന്ന സമയത്ത് എന്നെ എങ്ങനെ കൊണ്ടുപോയെന്നറിയോ? അവിടെ പാർക്കുണ്ട്, അവിടെ ബീച്ചുണ്ട്, നല്ല പഠിക്കാൻ പറ്റും, കുറേ പുസ്തകങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. പാർക്കും ബീച്ചും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നല്ല വിദ്യാഭ്യാസം ഉണ്ട്. നല്ലൊരു തീരുമാനം തന്നെയാണ് ഉമ്മിച്ചി എടുത്തത്. കാരണം നല്ല വിദ്യാഭ്യാസം, നല്ല പ്രൊട്ടക്ഷൻ ഒക്കെ എനിക്ക് കിട്ടി. പക്ഷേ നമ്മുടെ ചെറുപ്പകാലം അത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എത്തിയങ്ങാനയിൽ പഠിക്കുന്ന സമയത്ത് സത്യമായിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തിനായിരിക്കും എൻ്റെ വാപ്പനെ ഒഴിവാക്കി പോയിട്ടുണ്ടാവുക. വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഉമ്മിച്ചീൻ്റെ വാപ്പിച്ചീൻ്റെ അടുത്തൊക്കെ നിൽക്കാമല്ലോ, അവരുടെ കൂടെ കളിക്കായിരുന്നല്ലോ. അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കതിന് പറ്റിയിട്ടില്ല. ജനറേഷൻ്റെ ഗ്യാപ്പിൻ്റെ പ്രശ്നമൊന്നുമല്ല അത്, ഓരോരുത്തരുടെ തിങ്കിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ വാല്യൂ ഇല്ലാത്ത എൻ്റെ റീസണാണ്. എത്തിയങ്ങാനയിൽ പഠിക്കുന്ന സമയത്ത് കുറേ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഫുഡൊക്കെ ആയിട്ട് എത്തിയങ്ങാനയിലേക്ക് വരും. നമുക്ക് ഇങ്ങനെ സ്പോൺസർ ചെയ്യില്ല ആൾക്കാർ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്തൊക്കെ ഇവരെ മക്കളൊക്കെ ഇങ്ങനെ കൊഞ്ചിക്കും നമ്മുടെ മുമ്പിൽ വെച്ചിട്ട്. ആ സമയത്ത് നമുക്കുണ്ടാകുന്നൊരു ഫീലിങ്സ് ഉണ്ട്, അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എത്തിയങ്ങനെ പഠിച്ച പിള്ളേർക്ക് മനസ്സിലാവും. എൻ്റെ ഉമ്മിച്ചി എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വാപ്പിച്ചി എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ നമ്മളൊരു ഫീലുണ്ടാകും. അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളോട് ഞാൻ പറഞ്ഞത്, എത്തിയങ്ങാനയിൽ പോകുന്ന സമയത്ത് നിങ്ങളെ മക്കളെ നിങ്ങൾ കൊഞ്ചിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഉള്ള പിള്ളേർക്ക് അത് ഹേർട്ടാവും. ചിലപ്പോൾ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മീൻസ് എൻ്റെ ഉമ്മിച്ചി എൻ്റെ വാപ്പിച്ചി ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എനിക്ക് ദുർബലമായ പ്രണയത്തിലേക്ക് ഞാൻ ചാടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മിച്ചി ചെറുപ്പം മുതലേ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. ആ സമയത്തൊക്കെ വല്യുമ്മച്ചിയില്ല, ഉമ്മച്ചിയില്ല. ഞാൻ എത്തിയങ്ങാനയിലായിരുന്നു വളർന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മിച്ചി എപ്പോഴെങ്കിലുമൊക്കെ വന്നു പോവും, അങ്ങനെയല്ലാണ്ട് എൻ്റെ അടുത്ത് നിന്നിട്ടില്ല. ആ സമയത്ത് ആരെങ്കിലുമൊക്കെ നമ്മളോടൊന്ന് നല്ലോണം സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളോട് ഭയങ്കര കാര്യമായിരിക്കും. അങ്ങനെ വിചാരിക്കും, നമ്മളെ കുഞ്ഞ് മനസ്സ് മുതലേ അങ്ങനെ വിചാരിച്ച് തുടങ്ങും. അവിടെ നിന്നാണ് പോയിൻ്റ് തുടങ്ങുന്നത്. നമ്മളെ പാരൻസ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഒരു മക്കളും വഴിതെറ്റില്ല, ഒരു മക്കളും. അപ്പം എൻ്റെ വാപ്പ ചെയ്തതോ? അപ്പം എൻ്റെ വാപ്പ പണ്ടത്തെ ജനറേഷനല്ലേ, എന്നിട്ട് ഞങ്ങളെ ഒഴിവാക്കി പോയില്ലേ. 1 വയസ്സുള്ളപ്പോഴാണ് പോയത്, 1 വയസ്സുള്ളപ്പോൾ. അപ്പോൾ വാപ്പ ആരാന്ന് വരെ എനിക്കറിയോ? മര്യാദയ്ക്ക് അറിയാൻ പറ്റുമോ? ഇപ്പോൾ വന്ന് എൻ്റെ മുമ്പിൽ നിന്ന് ഞാനാണ് നിൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമോ? കാരണം എന്താ, എനിക്കറിയില്ല ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നും അറിയില്ല. ഇതുവരെയായിട്ട് ഒരു തിരക്കൽ വരെ തിരക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ പണ്ടത്തെ ജനറേഷനായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷനും പണ്ടത്തെ ജനറേഷനും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പഠിച്ചത് കോഴിക്കോട് മുക്കം മുസ്ലിം ഓർഫനേജിലാണ്. ഇപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ അവിടുത്തെ കുറേ ഇത്താത്തമാരും എൻ്റെ കൂടെ പഠിച്ച കുറേ ഫ്രണ്ട്സൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കലുണ്ട്, എടോ നീ നമ്മളെയൊക്കെ മറന്നുപോയോ, എല്ലാ കാര്യങ്ങളും നീ മറന്നോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരിക്കലും അത് മറക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ നമ്മളെ നെഞ്ചിൽ കൊണ്ട കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ മറക്കൂല. ആ സമയത്തൊക്കെ ഉണ്ടല്ലോ, നമ്മളെ സുബഹിക്ക് എണീക്കുമ്പോൾ 4 ബിസ്ക്കറ്റാണ് കിട്ടൽ, 4 ബിസ്ക്കറ്റ്, ഒരു ചായ. അതൊക്കെ എങ്ങനെ മറക്കാനാണ്? കയ്യിലിങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് അത് തോണ്ടിക്കൊണ്ട് നടന്നൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. അതൊന്നും ഞാൻ മറക്കില്ല, ഒരിക്കലും ഞാൻ മറക്കൂല. എത്തിയങ്ങാനയിൽ വാപ്പ അതേപോലെ സെക്രട്ടറി എല്ലാവരും നമ്മളെ സ്വന്തം മക്കളെ പോലെ കാണല്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരും. അതേപോലെ അവരൊക്കെ ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് പണ്ടൊക്കെ എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഗൾഫൊക്കെ ആകാശത്തായിരുന്നു എന്നായിരുന്നു. കാരണം എന്താ വെച്ചാൽ ചെറുതായതുകൊണ്ട്. അപ്പോൾ ഇവരൊക്കെ പോയി വരുന്ന സമയത്ത് ഓരോ കുട്ടികളുടെയും കണക്കെടുത്തിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ഫോണ്, അതേപോലെ തന്നെ സൈക്കിള്, ഒരു ഗ്രൂപ്പിലേക്ക് ഒരു സൈക്കിളൊക്കെ ഉണ്ടാവുള്ളൂ. ABCD എന്നൊക്കെ പറഞ്ഞ ക്ലാസ്സൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു സൈക്കിളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിലൊക്കെ നമ്മൾ ഓടിച്ചൊന്നും നമ്മൾ ഒരിക്കലും മറക്കൂല. കാരണം അന്നത്തെ സമയം എന്ന് പറഞ്ഞാൽ ചെറിയ മനസ്സാണ്. ചെറിയ മനസ്സിലേക്ക് കേൾക്കുന്നതൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റൂല. എത്തിയങ്ങാനൻ്റെ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് വരുന്ന കുട്ടികളുണ്ടാവും നമ്മുടെ സ്കൂളിൽ. ആ കുട്ടികൾ വരുമ്പോൾ ഒരു സ്മെല്ലുണ്ട്, ഈ അത്തറും സ്പ്രേയൊക്കെ അടിച്ചിട്ടൊരു സ്മെല്ലുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തൊരു നല്ല മണം. അതേപോലെ മുടിയൊക്കെ കെട്ടി നല്ല കുറേ ക്ലിപ്പും അതും ഇതും. അതേപോലെ ഇവരെ പുറത്തുനിന്ന് ഇവരെ ഉമ്മയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് ഉണ്ടാവില്ലേ, വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല പത്തിരിയും ചിക്കൻ കറി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടാവും. പല കുട്ടികൾ പലതായിരിക്കും കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക്
എത്തിയങ്ങാനെല്ലാം പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. 10 മണിക്ക് കഞ്ഞി, അതേപോലെ ചെറിയ ചെറിയ ലഘുവായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആ സമയത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളതൊക്കെ തിന്നാൻ ആഗ്രഹിക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ എത്തിയങ്ങാനയിൽ എന്താ എല്ലാവർക്കും ഇപ്പോൾ നിറച്ച് സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. കാരണം സ്പോൺസർഷിപ്പിൻ്റെ രീതിയിലാണ് ഇങ്ങനെ എത്തിയങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്തൊക്കെ. അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അവിടെ. ഇന്നത്തെ പോലെ ഒന്നല്ല. ഇപ്പം നമ്മളങ്ങനെ കുട്ടികളെ എത്തിയങ്ങനെ കൊണ്ടാക്കില്ല. പക്ഷെ പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കുട്ടികളുണ്ടാവും. അപ്പോൾ എല്ലാ പിള്ളേർക്കും ഇപ്പോൾ ചിക്കനും മട്ടനൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരെ വയറ് നിറയ്ക്കാനേ നോക്കുള്ളൂ. ആ സമയത്ത് നമ്മളൊക്കെ അത് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. കഞ്ഞിയും അതേപോലെ അവർ കഞ്ഞിയിലിങ്ങനെ മമ്പയർ, അതേപോലെ ഓരോ ദിവസം ഓരോരോ പയറുകളായിരിക്കും ഇങ്ങനെ ഇട്ടിട്ട് അതൊക്കെയായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഇമാമൊക്കെ നിൽക്കും. 2 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നുണ്ടാവും. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്. ചെറിയ കുട്ടികളുടെ ഗ്രൂപ്പാണ്. അപ്പോൾ എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ തിരിക്കും. എ ഗ്രൂപ്പിൻ്റെ ലീഡർ ഞാനായിരുന്നു. എൻ്റെ ഫ്രണ്ട് ജാസ്മിൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, അതായിരുന്നു ബി ഗ്രൂപ്പിൻ്റെ ലീഡർ. അപ്പോൾ ഇമാം നിൽക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കൽ എന്താണോ, എൻ്റെ ഉമ്മിച്ചിനെ പൈസക്കാരിയാക്കണേ പഠിച്ചോനെ, എൻ്റെ ഉമ്മിച്ചിനെ പൈസക്കാരിയാക്കണേ. അപ്പോൾ ആ കുട്ടികളൊക്കെ ആമീന്ന് പറയും. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പം എനിക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഫസ്റ്റ് എന്നോട് എന്താ ചോദിക്കലെന്നറിയോ, എടോ നിൻ്റെ ഉമ്മിച്ച് പൈസക്കാരിയായോന്ന്. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് എന്താ പറയുക, ആമീന്ന് പറയും. പഠിച്ചോനെ എൻ്റെ ഉമ്മിച്ചിനെ പൈസക്കാരിയാക്കി എനിക്ക് ഉമ്മിച്ചിനൊക്കെ കൂടെ പോവാലോ, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചത്. ഉമ്മിച്ചി നല്ലതാവണേ, ഉമ്മിച്ചിക്ക് കുറേ പൈസ ഉണ്ടാവണേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ പ്രാർത്ഥിക്കില്ല. അത്രയും പിഞ്ചായിട്ടുള്ള മനസ്സ്. അല്ലാണ്ട് വേറെ എന്താ എനിക്ക് ഭയങ്കര സെറ്റപ്പ് ലൈഫ് കിട്ടണമെന്നൊന്നല്ല. പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ പോയിട്ട് ഉമ്മിച്ചീൻ്റെ കൂടെ നിൽക്കാമല്ലോ, അങ്ങനെയായിരുന്നു ഞാൻ ആ സമയത്ത് വിചാരിക്കല്. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോഴാണ് കാർട്ടൂണും അതേപോലെ തന്നെ ഓരോരോ റീൽസ് ആണെങ്കിലും എല്ലാം കാണാനൊക്കെ തുടങ്ങിയത്. അവിടെ പഠിക്കുന്ന സമയത്ത് നമ്മളൊന്നും കാണിക്കലൊന്നുമില്ല. ആകെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മാസത്തിൽ ലീക്ക് ബീരാൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമില്ലേ, ലീക്ക് ബീരാൻ, ആ പ്രോഗ്രാം കാണിക്കും. അത് ഫുള്ളായിട്ടൊന്നും കാണിക്കില്ല, പകുതി വെച്ചിട്ട് നിർത്തിയിട്ട് പിന്നെ ആ പകുതി അടുത്ത മാസമായിരിക്കും കാണിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വളർന്നത്. എൻ്റെ ഫാമിലിയിൽ ഞാൻ മാത്രമല്ല അങ്ങനെയല്ല പഠിച്ചത്. എൻ്റെ ഉമ്മച്ചീൻ്റെ ഏട്ടത്തീൻ്റെ മക്കളുണ്ട്, അവർക്ക് 4 മക്കളുണ്ട്. ഒരു 4 ആൾ അങ്ങനെയാണ്. അതുപോലെ ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. 3 ആൺകുട്ടികളും അതേപോലെ ഒരു പെൺകുട്ടിയും പിന്നെ ഞാനും. അതാണ് റെമി എന്ന് പറയുന്നത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റിൽ കണ്ടിട്ടുണ്ടാവും, റെമീൻ്റെ സിസ്റ്ററല്ലേ എന്ന് ചോദിക്കുന്നത്. അതെൻ്റെ ഉമ്മിച്ചീൻ്റെ ഏട്ടത്തീൻ്റെ മോളാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെയാണ് പഠിച്ചത്. അവരൊക്കെ മണാശ്ശേരി എന്ന് മറ്റൊരു അങ്ങനെ ഉണ്ട്, അവിടെ ഇരുന്ന് പഠിച്ച്. മുക്കത്തിൻ്റെ പേസ് തന്നെയാണ് മണാശ്ശേരി, അവിടെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റെമി എൻ്റെ അങ്ങനെ തന്നെ. അവിടെ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വെക്കേഷനൊക്കെ ഉണ്ടാവില്ല, നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവില്ല. ആ സമയത്ത് എൻ്റെ ഉമ്മിച്ചി നാട്ടിലില്ല, ഉമ്മിച്ചി കുവൈറ്റിലാണ്. അതേപോലെ വെല്ലുമ്മിച്ചി കുവൈറ്റിലാണ്. എൻ്റെ ഉമ്മിച്ചിൻ്റെ ഏട്ടത്തി ഉണ്ട് സുബൈദ എന്ന് പറഞ്ഞത്, മൂത്തു സൗദിയിലായിരുന്നു. പിന്നെ വേറൊരു ഏട്ടത്തി ഉണ്ട് എൻ്റെ ഉമ്മിച്ചിക്ക്, നസീമ എന്ന് പറഞ്ഞത്. മൂത്തു തൊടുപുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ മൂത്തു വന്നിട്ട് എന്നെ കൊണ്ടുപോകും എപ്പോഴെങ്കിലുമൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ മൂത്തുവിനൊക്കെ ആ സമയത്ത് ഭയങ്കര പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ അതും കൂടി അവർക്ക് 3 മക്കളാണ്. അപ്പോൾ എന്നെയും കൂടെ നോക്കാനുള്ളൊരു സ്ഥിതി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും 2 പ്രാവശ്യം ആകെ പോയിട്ടുള്ളൂ. ഒന്ന് മൂത്തുവിൻ്റെ വീട്ടിലും ഒന്ന് താജിക്കാന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചിക്കൊരു കസിനുണ്ട്, കസിൻ ബ്രദറായിട്ട് വരും. അപ്പോൾ ഇക്കാൻ്റെ വീട്ടിൽ മാത്രമേ പോയിട്ടുള്ളൂ, വേറെ എവിടെ ഞാൻ പോയിട്ടില്ല. നാട്ടിലേക്ക് വിടുന്ന സമയത്ത് സുബഹിക്ക് എണീച്ച് നിസ്കരിച്ചതിന് ശേഷം അവിടെ ഒരു സ്ഥലമുണ്ട്, ഇങ്ങനെ പുറത്ത് പോയിരിക്കുന്നൊരു സ്ഥലമുണ്ട്, നമ്മൾ പാരൻസ് വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന സ്ഥലം. അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കും, പക്ഷെ ഒരാളും വരില്ല കൂട്ടാൻ. അപ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടാത്ത പിള്ളേരാകെ 10-15 പിള്ളേരെ അവിടെ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ടാവും. അതിൽ ഞാൻ, എൻ്റെ 2-3 ഫ്രണ്ട്സ്, അതുപോലെ കുറച്ച് ഇത്താത്തമാരൊക്കെ ഉണ്ടാവും. നമുക്ക് പിന്നെ ഫുള്ള് കോളാണ്. പിന്നെ മുട്ട പപ്സ്, ഉടയാടാന്ന് മറ്റൊരു സ്ഥലമുണ്ട്, മുക്കത്തൊരു ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. ആ ഡ്രസ്സിൻ്റെ ഷോപ്പിൽ പോയിട്ട് നമ്മളെ പോകുന്ന സമയത്ത് നമ്മളെ കൊണ്ടുപോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് തന്നു. ഫുൾ എൻജോയ്മെൻറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് അതാണ് എൻ്റെ എൻജോയ്മെൻറ്റ്. മുട്ട പപ്സൊക്കെ കൊതിയ സമയത്ത് എനിക്ക് ഒന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും വാങ്ങും. അങ്ങനെ തിന്നിരിക്കും. മുട്ട പപ്സ് ഇപ്പം വലിയ കാര്യമൊന്നുമില്ല എനിക്ക്, പക്ഷേ അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എനിക്ക് ആ സമയത്ത് മുട്ട പപ്സ്. എൻ്റെ അവിടുത്തെ ടീച്ചർമാരോടൊക്കെ ഞാൻ പറയുമായിരുന്നു, ആ ടീച്ചർമാർക്കൊക്കെ എന്നെ പറയുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് മുട്ട പപ്സ് വേണമെന്ന്. പക്ഷേ ആ സമയത്ത് വാങ്ങിത്തരും, കാരണം കുറേ പിള്ളേരില്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. 10-15 പിള്ളേർക്കൊക്കെ വാങ്ങിത്തരാൻ പറ്റുമല്ലോ, കുറേ പിള്ളേർക്ക് ഇപ്പോൾ വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അന്ന് കിട്ടും.
സ്മൂത്തുവിൻ്റെ താജിക്കാൻ്റെ ഒക്കെ വീട്ടിലൊക്കെ പോയി നിന്ന് വരുമ്പോൾ നമ്മൾ എത്തിയാങ്ങനയിലൊക്കെ വരുമ്പോൾ ഇവർ കുറേ ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി തന്നുവിടും. എത്തിയാങ്ങനയിൽ പോയിട്ട് തിന്നോന്ന് പറഞ്ഞിട്ട് മിച്ചർ, ബിസ്ക്കറ്റ്, അതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഇങ്ങനത്തെ ഒക്കെ വാങ്ങി തന്നുവിടും. ആ സമയത്ത് അവിടെ എത്തിയിട്ട് പെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു സ്റ്റീലിൻ്റെ പോലത്തെ ഒരു പെട്ടിയില്ല, പണ്ടത്തെ അങ്ങനത്തെ ഒരു പെട്ടിയായിരുന്നു. ആ സമയത്ത് ലോക്കൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലും എടുത്ത് തിന്നോ അതായിരുന്നു അപ്പോഴത്തെ ടെൻഷൻ. ഈ സാധനങ്ങൾ ആരെങ്കിലും എടുത്ത് തിന്നോ എന്നുള്ള ടെൻഷൻ. എന്നിട്ട് ആരും തിന്നൊന്നുമില്ല. എന്നിട്ട് നമ്മൾ കുറച്ചായിരുന്നു പൊട്ടിക്കും. എന്നിട്ട് കുറച്ച് കയ്യിലിട്ടിട്ട് ഇങ്ങനെ തിന്നോട് നടക്കും. പിന്നെ അത് പൂത്തി വെക്കും. കുറേ നാളിങ്ങനെ പൂത്തി വെച്ച് ലാസ്റ്റ് അത് എന്താവും, കേടാവില്ല. മീൻസ് മറ്റേ പൂപ്പൽ പിടിക്കില്ല, പൂപ്പലൊക്കെ പിടിച്ച് അതെടുത്ത് കളയും, ആർക്കും കൊടുക്കൂല. പിന്നെ അവിടുത്തെ രാത്രി കിടക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് തന്നെ കിടക്കുന്ന സമയത്ത് ചില കുട്ടികൾ പായൽ മൂത്രമൊഴിച്ച് വെക്കും, ചില കുട്ടികൾ മൂത്രമൊഴിക്കില്ല. അപ്പോൾ ഇതിന് 2 സെക്ഷൻ ഉണ്ട്, ഒന്ന് മൂത്രമൊഴിക്കുന്ന സെക്ഷൻ, ഒന്ന് മൂത്രമൊഴിക്കാത്ത സെക്ഷൻ. ഞാൻ മൂത്രമൊഴിക്കാത്ത സെക്ഷനിലായിരുന്നു. അപ്പോൾ ഈ മൂത്രമൊഴിക്കുന്ന സെക്ഷനിലുള്ള കുട്ടികൾക്ക് ഫാൻ ഇട്ട് കൊടുക്കൂല. പാവം നമ്മളെ അലക്കുന്ന ഒരു താത്ത ഉണ്ട് അവിടെ. ഞങ്ങൾ കുഞ്ഞു കുട്ടികളാണല്ലോ, അപ്പോൾ നമ്മൾ സ്വന്തം കാര്യങ്ങൾ അപ്പോൾ അലക്കൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ, അല്ലാണ്ട് നമ്മളെ ഇട്ട ഡ്രസ്സൊക്കെ നമ്മൾ തന്നെ അലക്കണം, നമ്മൾ കഴിച്ച പാത്രമൊക്കെ നമ്മൾ തന്നെ കൈ വെക്കണം. അല്ലാണ്ട് വലിയ പായ, അതേപോലെ പുതപ്പ്, അങ്ങനെ വലിയ ഐറ്റംസൊന്നും നമ്മളെ കൊണ്ട് അലക്കിപ്പിക്കലോ അങ്ങനെയൊന്നുമില്ല. അല്ലാണ്ട് ചെറിയ നമ്മളൊക്കെ ഇടുന്ന ഡ്രസ്സും അതേപോലെ ഫുഡ് കഴിക്കുന്ന പാത്രം അതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും കൈ വെക്കണം കേട്ടോ അവിടെയൊക്കെ. അപ്പോൾ ഈ താത്ത രാവിലെ മുതൽ അലക്കാൻ തുടങ്ങും. പാവം രാവിലെ മുതൽ അലക്കി ഈ പിള്ളേർ മൂത്രമൊഴിച്ച് തീരണ്ട ഇത്. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് സെക്ഷനായിരുന്നു. 4:30 മണിയാകുമ്പോൾ നമ്മൾ എണീക്കണം. എന്നിട്ട് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, സുബഹ് എണീക്കണം. അപ്പോൾ ഈ എണീക്കുന്നതിന് മുമ്പ് ടീച്ചേഴ്സ് നമ്മളെ വിളിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ കട്ടിൽ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ കട്ടിലാണ്. എന്നിട്ട് ഇങ്ങനെ അടിക്കും. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ കിടക്കും. അപ്പോൾ പിന്നെ അടിക്കും. അങ്ങനെ ലാസ്റ്റ് എണീച്ച് കുത്തിപ്പൊക്കി പല്ലൊക്കെ തേച്ച് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പോവുമല്ലോ. ആ സമയത്ത് സുജൂദിലേക്ക് പോയാൽ പിന്നെ കുറേ നേരത്തേക്ക് മുകളിലേക്കൊരു പൊന്തലില്ല. ഇമാമൊക്കെ ഉറങ്ങിയാൽ പിന്നെ അങ്ങനെ തന്നെ ഒറ്റ ഉറക്കാം, എല്ലാവരും നിരത്തി ഉറങ്ങും. അങ്ങനെയൊക്കെ ആയിരുന്നു. സത്യമായിട്ട് തമാശയായിട്ട് പറയുന്നല്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറയുന്നത്. ഞാനൊക്കെ നിൽക്കുന്ന സമയത്ത്, ഞാനൊക്കെ ഇമാമ നിൽക്കുന്ന സമയത്ത് സുജൂദിൽ പോയാൽ ഒറ്റ ഉറക്കാം, കുറേ നേരത്തേക്ക് ഒറ്റ ഉറക്കം ഉറങ്ങും ഞാൻ. പിന്നെ ടീച്ചറിൻ്റെ അടുത്ത് ചന്തിക്കിട്ട് 2 അടി കിട്ടുമ്പോൾ എണീക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളെ നിസ്കാരമൊക്കെ. കാരണം കുഞ്ഞു കുട്ടികളാണ്, മനസ്സിലാക്കണം. മുസ്ലിം ഓർഫനേജിൽ കൊണ്ടാക്കിയതായിരിക്കും എൻ്റെ ഉമ്മിച്ചെടുത്ത ഏറ്റവും നല്ല തീരുമാനം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയ സമയത്ത് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം, അതേപോലെ കുറേ ഡ്രസ്സുകളൊക്കെ നമുക്ക് കിട്ടി. ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ സ്പോൺസർ ചെയ്യുന്ന സമയത്തൊക്കെ കുറേ ഡ്രസ്സ്, അതേപോലെ വാപ്പ, സെക്രട്ടറി ഒക്കെ മാഷാ അല്ലാഹ് അത്രയും നല്ല ആൾക്കാർ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ പിള്ളേരും ഒരുപോലെ അവർ പരിഗണിക്കും. എല്ലാവർക്കും ഗൾഫിലൊക്കെ പോയി വന്നാൽ അവർക്ക് വേണമെങ്കിൽ അവരെ പിള്ളേർക്ക് കൊണ്ടു കൊടുത്താൽ മതി. പക്ഷേ അവരെ പിള്ളേർക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് യത്തീം അവർ നോക്കും. അപ്പോൾ വാപ്പ, സെക്രട്ടറി, അവിടെയുള്ള എല്ലാവരും, ടീച്ചേഴ്സ് ആണെങ്കിലും, ഫരീദ താത്ത, കുറേ താത്തമാരുണ്ട്. അവരെ പേരൊന്നും എടുത്തെടുത്ത് പറയാൻ പറ്റില്ല. എല്ലാ താത്തമാരാണെങ്കിലും താത്ത നമ്മൾ വിളിക്കല്, ടീച്ചറൊന്നും വിളിക്കില്ല. ആ സമയത്ത് ഇവരൊക്കെ നമ്മളെങ്ങനെ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു ദിവസം അവിടെ അങ്ങനെ പഠിക്കുന്ന സമയത്ത് പനി വന്നു, ഭയങ്കര പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര പനി വന്നു. ആ സമയത്ത് ഞാൻ കുഞ്ഞിതാ. ആ ടൈമിന് പനി വന്ന സമയത്ത് ഫരീദാത്താൻ്റെ കൂടെ കിടന്നിട്ട് എന്നെ ഉറക്കിയത്. എന്നിട്ട് ഫുള്ള് രാത്രിയൊക്കെ നനച്ചിട്ട് തുടച്ചൊക്കെ തന്ന്, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫുള്ള് നോക്കി, അങ്ങനെ കെയറാക്കിന്. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയിട്ടുള്ളത് എൻ്റെ എത്തിയാങ്ങനയിൽ വെച്ചിട്ടാണ്. ഞങ്ങളന്ന് നാട്ടിലേക്ക് വിടുന്ന സമയമായിരുന്നു. ആ സമയത്ത് സാധാരണയായിട്ട് എന്നെ ആരും കൂട്ടാൻ വരത്തില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അവിടെ പോയിരിക്കുന്ന ശീലം അങ്ങ് നിർത്തി. ഞാനും നിർത്തി, എൻ്റെ ഫ്രണ്ട്സും നിർത്തി. ആരും കൂട്ടാൻ വരില്ല. പിന്നെ അവിടെ പോയി ഇങ്ങനെ വായി നോക്കി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വേറെ തന്നെ സെപ്പറേറ്റ് പള്ളിയും കോമ്പൗണ്ടും എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ, ഞങ്ങൾ കുട്ടികൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കേരമ്പറ്റ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കേരമ്പറ്റയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്നോട് പറയുന്നത്, എടി നിന്നോട് ഫരീദ താത്ത പറഞ്ഞതിന് പെട്ടെന്ന് തന്നെ റെഡി ആവാൻ വേണ്ടിയിട്ട്, കാരണം നിൻ്റെ ഉമ്മിച്ചി എയർപോർട്ടിലെത്തിയിട്ടുണ്ട്, കോഴിക്കോട് എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ എന്നെ വെറുതെ കളിയാക്കുന്നതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയാണ് നിസ്കരിക്കാനുള്ള നിസ്കാരക്കുപ്പായും മുസല്ല ഖുർആനൊക്കെ എടുത്തിട്ട് പള്ളിയിലേക്ക് പോയി. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ദുആയൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നായിരുന്നു. ആ സമയത്തുണ്ട് ഫരീദ താത്ത എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, മോൾ ഇതുവരെയായിട്ട് റെഡി ആയില്ലേ, മോളെ ഉമ്മിച്ച് എത്താനായി എന്നാണ് പറഞ്ഞത്, മോളെന്നാൽ വേഗം റെഡിയാവുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ വേഗം ആയത്തിനെക്കുറിച്ചൊക്കെ എന്ന് പറഞ്ഞിട്ട് സ്പീഡിലൊതി. ആ സമയത്തൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഖുർആനൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്നായിരുന്നു. സ്പീഡിലൊതിട്ട്
ശരിക്കും. അപ്പോൾ ടീച്ചർ പറയുമ്പോൾ എന്തായാലും നമ്മൾ വിശ്വസിക്കില്ല. അങ്ങനെ ഓടിപ്പോയതാണ്. അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇപ്പോൾ കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ ആവേശം കൊണ്ട് ഓടിയതാണ്. ഓടിപ്പോയി നേരെ എന്നിട്ട് ഇടിച്ചിട്ട് ഇങ്ങനെ തന്നെ കീറി. പിന്നെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ചിട്ട് അങ്ങനെ ഉമ്മിച്ച് വന്ന്. പിന്നെ ഉമ്മിച്ച് വന്നപ്പോഴത്തേക്ക് ഉമ്മിച്ച് ഫുള്ള് പർദ്ദയൊക്കെ ഇട്ട് ആ സർപ്രൈസ് എനിക്ക് ഭയങ്കര എൻ്റെ ലൈഫിൽ എനിക്ക് അത്രയും സന്തോഷമുള്ളൊരു ദിവസം എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഉമ്മിച്ച് പണ്ടത്തെ ജനറേഷനാണ്, എൻ്റെ വാപ്പ പണ്ടത്തെ ജനറേഷനാണ്. വാപ്പ എനിക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ഇട്ടിട്ട് പോയത്. അപ്പം സോഷ്യൽ മീഡിയയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം എൻ്റെ ഉമ്മിച്ച് എവിടെയും പോയിട്ട് വർത്തമാനം. എൻ്റെ ഉമ്മിച്ച് ഇപ്പോഴും സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യലില്ല ഓവറായിട്ട്. പക്ഷേ അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഏത് ജനറേഷൻ്റെ കുഴപ്പമാണ്? എന്താണ് അതിനെനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഏത് ജനറേഷൻ്റെ കുഴപ്പമാണ്? ഹസ്ബൻഡ് ഇട്ടിട്ട് പോയത് സോഷ്യൽ മീഡിയയിൽ വന്ന് അലച്ചിട്ടാന്ന് പറഞ്ഞ ആൾക്കാരോട് ഞാൻ റിപ്ലൈ കൊടുത്തതാണിത്. അപ്പം എത്തിയങ്ങനെയൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പിള്ളേരുണ്ട് അവിടെ, ഒരുപാട് പിള്ളേർ വാപ്പ ഇട്ടിട്ട് പോയത്. അപ്പോൾ അതൊക്കെ ഏത് ജനറേഷനാണ്? അതൊക്കെ ചെറിയ ഓൾഡ് ജനറേഷൻ തന്നെയാണ്, പണ്ടത്തെ ജനറേഷൻ തന്നെയാണ്. അപ്പം ജനറേഷൻ്റെ ഗ്യാപ്പൊന്നുമല്ല, ഇവരൊക്കെ കയ്യിലിരിപ്പും കൊണ്ടാണ്, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അത്രയുള്ളൂ. സ്റ്റാർട്ട്.